കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ 12ാമത് സംസ്ഥാന സമ്മേളനം കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിലെ ഷീല അലക്സ് കെ ബാലകൃഷ്ണൻ നഗറിലാണ് നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് UP ജോസഫ് പതാക ഉയർത്തി. സമരങ്ങളെ തകർക്കുവാൻ കേന്ദ്രം സർക്കാർ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുകയാണെന്ന് എളമരം കരീം പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്, SIR കൊണ്ടുവന്നത്, വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഐക്യം തകർക്കാനാണ്. നമ്മൾ വർഗീയതക്കെതിരായി സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെ ആക്ഷേപിക്കാനല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ പാവപ്പെട്ടവരെ ദ്രോഹിക്കാനല്ല, ആക്ഷേപിക്കാനല്ല. ഈ വർഗീയ നാളി കത്തിക്കുന്നത് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ഐക്യം തകർക്കാനാണ്. അധ്വാനിക്കുന്ന വർഗം ഐക്യത്തോടെ നിന്നാൽ സർക്കാരുകളുടെ എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും തോൽപ്പിക്കാൻ പറ്റും. പവനൻ രക്തസാക്ഷി പ്രമേയവും സക്കറിയ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫെഡറേഷൻ കർണാടക സംസ്ഥാന സെക്രട്ടറി മഹന്തേഷ്, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി കുമാർ, CITU സംസ്ഥാന സെക്രട്ടറി K മനോഹരൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 419 പ്രതിനിധികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.